Hi dears, welcome back to Xylem Learning. It's me, Shahid Ramzan. വളരെ രസകരമായിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ മാത്സിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു രീതിയിൽ പഠിക്കും, അത് നേരെ തിരിച്ച് പരീക്ഷയിൽ ചോദിക്കും. അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ നേരിടാറില്ലേ? അതായത് നമ്മൾ പഠിച്ചു പോകുന്നതിന്റെ വേറെ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരിക. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ ഒരാൾ കരയുന്നു, ഒരാൾ ചിരിക്കുന്നു. ചിലപ്പോൾ ടീച്ചർ പറയുന്നത് ചിരിക്കാൻ മാത്രമായിരിക്കും, അപ്പം നമുക്ക് ചോദ്യത്തിൽ വരുന്നത് കരയാനുള്ളതുമായിരിക്കും. സോ അങ്ങനത്തെ ചോദ്യം വന്നാൽ പോലും നിങ്ങൾ ചെയ്യാൻ പറ്റണം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ തിരിച്ച് പരീക്ഷയിൽ ചോദിച്ചാൽ എങ്ങനെ ആൻസർ ചെയ്യാം. അങ്ങനെ എല്ലാ ലെവലും നിങ്ങൾ ചിന്തിച്ച് പഠിക്കണം, എല്ലാ ഐഡിയയും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനോട് വിവരങ്ങൾ പറയുക. നമ്മുടെ നോട്ട്സുകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി സൈലത്തിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സോ പ്രിയപ്പെട്ട മക്കളെ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം പാർട്ട് 4 എന്ന് പറയുന്നത് ഹൗ ടു ഫൈൻഡ് ആൻ AP, അതായത് ഒരു സമാന്തര ശ്രേണി എങ്ങനെ കണ്ടുപിടിക്കാം. എപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ nth ടേം അഥവാ n-ാം പദം തന്നാൽ എങ്ങനെ സീക്വൻസ് കാണാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു സീക്വൻസ് തന്നു. ഇപ്പോൾ 1 3 5 7 ഇതിന്റെ ആൻസർ നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നില്ലേ? 1 3 5 7 ഞാൻ വേണേൽ ഹോംവർക്ക് ഞാൻ ഇവിടെ ആൻസർ പറയാം, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ നോക്കാം. 1 3 5 7. ഓക്കെ, ഇതിന് ആൻസർ എന്താടാ? വെരി സിമ്പിൾ ആണ്. xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. 2n-1 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, സോ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ടോപ്പാണ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ, ഇങ്ങനെ ഒരു ചോദ്യം തന്നു. ഇങ്ങനെ ഒരു ചോദ്യം തന്നിട്ട് ഈ ശ്രേണി എഴുതാൻ അഥവാ സീക്വൻസ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ ചോദ്യം ഇതാ ഇവിടെ ഉണ്ട്, മലയാളം മീഡിയക്കാർക്ക് എഴുതി വെക്കാം. ഒരു സമാന്തര ശ്രേണികളുടെ ബീജഗണിത രൂപമാണ് താഴെ കൊടുത്തിരിക്കുന്നത് എങ്കിൽ ആ ശ്രേണി ഏത് എന്ന് എഴുതുക. അതാണ് ചോദ്യം. ഓക്കെ, സിമ്പിൾ ട്രിക്കാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കൊരു ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസ് അറിയണമെങ്കിൽ 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം എഫും രണ്ടാമത്തെ കാര്യം ഡിയും. ഇത് രണ്ടും അറിയാമെങ്കിൽ ഒരു ശ്രേണി എഴുതാം. ഒരു ഉദാഹരണത്തിന്, ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 3ഉം പൊതുവ്യത്യാസം 2ഉമാണ്. ഓക്കെ, എങ്കിൽ അതിൻ്റെ ശ്രേണി എഴുതാൻ ഒരു പണിയില്ല. ആദ്യ പദം 3, ഫസ്റ്റ് ടേം 3, കോമൺ ഡിഫറൻസ് 2 കൂടിക്കൊണ്ടിരിക്കുക. 3 2 കൂട്ടിയ എത്ര? 5, 5 2 കൂട്ടിയ 7, 7 2 കൂട്ടിയ 9 എക്സെട്ര. ഇതാണ് ആൻസർ. ഓക്കെ, ഇനി എഫ് ഈസ് ഈക്വൽ ടു 5ഉം ഡി ഈക്വൽ ടു -2 ആണെന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ 5, അടുത്ത 5 കൊണ്ട് 2 കുറച്ചാൽ 3, 3 കൊണ്ട് 2 കുറച്ചാൽ 1, 1 കൊണ്ട് 2 കുറച്ചാൽ -1, -1 കൊണ്ട് 2 കുറച്ചാൽ -3 എക്സെട്ര. ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി കിട്ടണമെങ്കിൽ ആകെ 2 കാര്യം അറിഞ്ഞാൽ മതി. അതിലൊന്ന് ഫസ്റ്റ് ടേമും രണ്ടാമത്തെ ഡിയുമാണ്. അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. മക്കളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 3n+4 ആണ്. എപ്പോഴും n-ന്റെ കൂടെ ഉണ്ടാവുന്ന നമ്പറാണ് d, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് ടേം എന്നൊരു ചോദ്യം ഉണ്ടാവും. ഫസ്റ്റ് ടേം കാണാൻ ഒരു പണിയില്ല. ആദ്യ പദം ആ n-ന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ മതി. 3 × 1 3, 3 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ഇതാണ് ഫസ്റ്റ് ടേം. ഓക്കെ ആണോ? സിമ്പിളാണോ മക്കളെ? ഒരു പണിയില്ല. ഒന്നുകൂടി പറയാണ്, n-ന്റെ കൂടെയുള്ള നമ്പറാണ് എപ്പോഴും d, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. രണ്ടാമത്തത് ഈ n-ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. അപ്പോൾ 3 × 1 + 4. ഇനി ട്രിക്ക് ഉണ്ട്, ഈ n അങ്ങ് പൂട്ടി വെക്കുക. അപ്പോൾ എന്താ ബാക്കി വന്ന് 3 + 4 7. അതാണ് ആൻസർ. ഇനി ഇതിൻ്റെ സീക്വൻസ് ചെയ്താൽ ഒന്നാമത്തെ ആൻസർ ദാറ്റ് ഈസ് ഈക്വൽ ഒന്നാം പദം 7, പൊതുവ്യത്യാസം 3. അപ്പോൾ 7 7 3 10, 10 3 13, 16 എക്സെട്ര. ആൻസർ ഫുൾ മാർക്ക്. സെറ്റല്ലേ? സെറ്റല്ലേ? രണ്ടാമത്തെ കാര്യം നോക്കൂ. n-ന്റെ കൂടെ ഉള്ളതാണ് d, ദാറ്റ് ഈസ് ഈക്വൽ ടു 2, d ഈക്വൽ ടു 2. എഫ് എന്ന് പറഞ്ഞാൽ n അങ്ങ് പൊത്തി വെക്കുക. 2 + 3 5, 2 + 3 5. ഇത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യ പദം 5, പൊതുവ്യത്യാസം 2, 5 7 9 11 എക്സെട്ര. ഓക്കെ, സിമ്പിൾ. അപ്പോൾ ഇവിടെ d എന്ന് പറഞ്ഞാൽ എത്ര? -3. അപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, എഫ് എന്ന് പറഞ്ഞാൽ എത്ര? ആദ്യ പദം ആ n അങ്ങ് പൊത്തി വെക്കുക. അപ്പോൾ -3 + 2, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം -1. ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? n-ന് 1 കൊടുക്കാം. -3 × 1 + 2. -3 × 1 എന്ന് പറഞ്ഞാൽ -3. -3 + 2 പറഞ്ഞാൽ എത്ര? -1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? എഫ് -1. ഡി എന്ന് പറഞ്ഞാൽ -3. അപ്പോൾ -3 കുറഞ്ഞുകൊണ്ടിരിക്കുക. -1 നിന്ന് 3 കുറച്ചാൽ എത്ര? -4. -4 നിന്ന് 3 കുറച്ചാൽ എത്ര? -7. -7 നിന്ന് 3 കുറച്ചാൽ എത്ര? -10 എക്സെട്ര. ഇതാണ് ആൻസർ. സിമ്പിൾ. അങ്ങനെ എല്ലാ ലെവലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി പറയാം കേട്ടോ കമൻറ്റിൻ്റെ കൂടെ. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു 3 ക്വസ്റ്റ്യൻ ഞാൻ തരും. എന്നിട്ട് 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരും, നിങ്ങൾ ചെയ്ത് ആൻസർ ചെയ്യണം. കമൻറ്റിന് ശേഷമായിരിക്കണം ആൻസർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3n+5, d എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ്. എഫ് എന്ന് പറഞ്ഞാൽ 3 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ആണ്.
അപ്പോൾ ആൻസർ 8, 11, 14. ഇത് പരീക്ഷയ്ക്ക് വരാറുണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻ മോഡൽ. ഓക്കെ, അടുത്തത് ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ഡി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ 1 × n ആണ്. ഒരു n എന്നാണെങ്കിൽ ഇവിടെ 1 × n, ദാറ്റ് ഈസ് 1n. അപ്പം ഡി എന്ന് പറഞ്ഞാൽ 1 ആണ്. എഫ് എന്ന് പറഞ്ഞാൽ 1 + 3, അതായത് എന്നിന് 1 കൊടുക്കുക. 1 + 3 ദാറ്റ് ഈസ് 4. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 4, 5, 6 എക്സെട്ര. അപ്പോൾ ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അവിടെ 1 ഉണ്ട് എന്നാണ് കേട്ടോ. അതായത് -n+2. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള നമ്പർ -1 ആണ്. -1. ഓക്കെ, അപ്പോൾ ഡി = -1. എഫ് എന്ന് പറഞ്ഞാൽ -1 + 2 ദാറ്റ് ഈസ് 1. എഫ് എന്ന് പറഞ്ഞാൽ എത്ര? -1 + 2. 2 - 1 ദാറ്റ് ഈസ് 1 ആണ്. അപ്പോൾ ആൻസർ ഈസ് വെരി സിമ്പിൾ. 1, 1 എന്ന് വെച്ചാൽ 0, 0 എന്ന് വെച്ചാൽ -1, -2, -3 എക്സെട്ര. സെറ്റ് അല്ലേടാ? എല്ലാ ലെവൽ ക്വസ്റ്റ്യനും പഠിച്ചോ? അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതുപോലെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ ഈ 3 ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ ഉത്തരങ്ങൾ നിർബന്ധമായിട്ട് ചെയ്ത് പഠിക്കുക. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഇതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് -3, അതായത് ഇവിടെയുള്ള നമ്പർ. എഫ് എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിച്ചോളൂ, -3 -5 ഇങ്ങനെ ഉത്തരം വന്നാൽ എഫ് എന്ന് പറഞ്ഞാൽ -3 -5 ആ 2 നമ്പറും കൂട്ടി നെഗറ്റീവ് ഇട്ടാൽ മതി. 3, 5, 8 -8. അപ്പോൾ ഇനി ആൻസർ ചെയ്യാൻ പറ്റും. ഡി എന്ന് പറഞ്ഞാൽ -8 ആണ്. അപ്പോൾ അതിൽ നിന്ന് 3 കുറഞ്ഞ് പോവുക. അപ്പോൾ -8, -11, -14 എക്സെട്ര. ഓക്കെ, ഈ 2ൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്കും പറയുമെന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി വീഡിയോകൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ സൈലം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.